കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദക്ഷിണേന്ത്യ പ്രത്യേകിച്ച് കർണാടകത്തിൽ കത്തുന്ന ഒരു വിഷയമുണ്ട്. ക്ഷേത്രങ്ങൾക്ക് 10% നികുതി ഏർപ്പെടുത്താനുള്ള കർണാടക സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ വിവിധ ഹൈന്ദവ സംഘടനകളും ബി.ജെ.പിയും രംഗത്തിറങ്ങി. വലിയ പ്രതിഷേധമാണ്. കോൺഗ്രസിനുള്ളിൽ പോലും ഇതിനെതിരെ ഒരു പ്രതിഷേധം ഉയർന്നിരുന്നു. 10 ലക്ഷം രൂപയ്ക്ക്, അതായത് ശരാശരി ഒരു 60,000 രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ള ക്ഷേത്രത്തിൽ പോലും ടാക്സ് ഏർപ്പെടുത്താൻ, അത് ഭീകരമായ ടാക്സ്, 5% മുതൽ 10% വരെ ടാക്സ് ഏർപ്പെടുത്താനുള്ള ഒരു നിയമസഭ പാസാക്കിയിരുന്നു. 2 ദിവസം മുമ്പാണ് നിയമസഭ പാസാക്കിയിരുന്നത്. കർണാടക ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ചാരിറ്റബിൾ എൻവോൺമെന്റ് ബില്ല് 2024 എന്ന ബില്ലാണ് നിയമസഭ പാസാക്കി. ഇതനുസരിച്ച് 1 കോടി രൂപ വരെ വരുമാനമുള്ള ക്ഷേത്രങ്ങൾക്ക് 10%, 10 ലക്ഷം രൂപ മുതൽ വരുമാനമുള്ള ക്ഷേത്രങ്ങൾക്ക് 5%. 10 ലക്ഷം രൂപ വാർഷിക വരുമാനമാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഒരു മാസം 10,000 or 60,000 രൂപ വരുമാനമുള്ള ക്ഷേത്രത്തിൽ പോലും കൈയിട്ട് വരുന്ന ആ നിയമത്തിനെതിരെ വലിയ പ്രതിഷേധം അലയടിച്ചുയർന്നപ്പോൾ ഇന്നലെ ഈ ബില്ല് പാസ്സാക്കാനായി ലെജിസ്ലേറ്റീവ് കൗൺസിലെത്തിയ ബില്ല് പരാജയപ്പെട്ടു. ബില്ലിന് അനുകൂലമായി 7 വോട്ട് ലഭിച്ചപ്പോൾ എതിർത്തുകൊണ്ട് 18 വോട്ടാണ് വന്നത്. ഇവിടെ കോൺഗ്രസിന്റെയും ബി.ജെ.പിയുടെ അംഗങ്ങൾ പരസ്പരം കയ്യാങ്കളിയുടെ വക്കത്തെത്തുന്ന തർക്കങ്ങളിലേക്ക് നീങ്ങിയെങ്കിലും 7-നെതിരെ 18 വോട്ടുകളോടെ ഈ ബില്ല് നിഷ്കരണം പരാജയപ്പെടുകയായിരുന്നു. ഇവിടെ മറ്റൊരു സംശയം കൂടി ഉയരുന്നു, ഈ 18 പേരിൽ എത്ര കോൺഗ്രസ്സുകാരുണ്ട് എന്നുള്ളത്. ഏതായാലും ഹൈന്ദവ ശക്തി ഉയർന്നപ്പോൾ, ഹൈന്ദവ പ്രതിഷേധം ഉയർന്നപ്പോൾ ബില്ലും കൊണ്ട് കണ്ടം വഴി ഓടുന്ന കർണാടക സർക്കാരിനെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ന്യൂസ് ഇന്ത്യ മലയാളം.